പഴിക്കുന്നേ ഞാൻ കൊറേ ആയി ഇങ്ങോട്ട് വരാതെ ചക്കയെല്ലാം ഉണ്ടോ മൂത്തോ എന്നെല്ലാം നോക്കാൻ വേണ്ടിട്ട് ഇന്ന് പറഞ്ഞത് അപ്പോഴേക്ക് എല്ലാ ചക്കയും കുറച്ച് മൂത്തു ചെറുതുണ്ട് വലുതുണ്ട് എല്ലാ മോഡൽ സൈസും ഉണ്ട്. അമ്മേരൊക്കെ ഇന്ന് വളപ്പിലേക്ക് വരുമ്പോ ഞാനും കൂടി ഞങ്ങൾ രണ്ടാളും ഒന്നും ഇല്ലത്. നമ്മളെ ഇവിടുത്തെ വളപ്പിൽ കുറെ പ്ലാവ് ഉണ്ട് എന്ന് പറഞ്ഞിന്. അന്ന് ഒരു ചക്ക എണ്ണയിൽ വാട്ടുന്ന വീഡിയോ ഇട്ടിട്ട് നമ്മ പറഞ്ഞിന് ചക്ക വേണ്ടെത്തിയ നമ്മളറിയിച്ച ചക്ക കൊടുക്കാന്ന് അല്ലേ മേ? അതെ അതാ ഇഷ്ടം പോലെ ഉണ്ട് മുകളിലോട്ട്. ആ പ്ലാവെല്ലാം നിങ്ങൾക്ക് കാണിക്കാം. ചക്ക മൂത്തിട്ട ശരിക്കും പറഞ്ഞ നമ്മൾ ഇവിടെ വളപ്പിലേക്ക് റോഡുണ്ട്. റോഡിന്റെ അരുവത്ത് നമ്മ ചെമ്പരത്തി വേലി നട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയ മരം ഉണ്ടായിന്. അത് റോഡിന്റെ പണിയെടുക്കുമ്പോ ആ മരമെല്ലാം പോയി. ഇപ്പൊ ഇല്ലെല്ലാം ചെറുത് അതിൽ ഒരു പ്ലാവ് ഒഴിഞ്ഞിട്ടുണ്ട് അല്ലേ മേ? ഇതില് നമ്മളെ ഉണ്ടച്ചക്ക ആയിട്ട് അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. ഇത് മൂക്കാനായിട്ട്. ഇത് മൂക്കുമ്പോ പൊട്ടുന്നോമേ? ഇല്ലപ്പാ, വലിയതിനേക്കാളും വലുതാന്നില്ലേ? ഇല്ല, ഇത് തന്നെ മൂക്കണ്ട പ്രായമായി. ഇനി ഒരാഴ്ച ആവും അല്ലേ? ഇതിന്റെ മീത്തിലേക്ക് ഉണ്ട്. അതെല്ലാം എന്താ ചെറുത് അങ്ങ് കൊമ്പും വേണ്ട. അതൊന്നും കിട്ടില്ല. അതെല്ലാം വീണിട്ടിനെ പോലെ. ആരും കൊണ്ടുപോയൊന്നും ചെയ്യില്ല. ഇതേപോലെ നിലത്തേക്ക് ഇടും. ചക്ക ഇനി വീണ് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ കഴിയും. അതാ ഒന്ന് വീണിട്ടുണ്ടല്ലേ? ഒന്ന് അതിന്റെ കുരു അപ്പം നമ്മൾ വന്നിട്ട് വേണമെങ്കിൽ എടുക്കും. പിന്നെ കുരു എടുക്കാൻ വരലേ ഇല്ല. ഇതിന്റെ മുകളിലേക്ക് കാണിച്ചു തരാം. അതില് ഏകദേശം ഒന്ന് മൂക്കാനായിട്ടുണ്ട്. ബാക്കിയില്ല അത്ര ആയിട്ടാന്ന് തോന്നുന്നു. നമ്മള് ഈ ആലത്തുങ്ങട് വളപ്പിന്റെ താഴെ ഭാഗത്ത് വളപ്പിന്റെ അതിർത്തിക്ക് വരിക്കന പ്ലാവ് ഇട്ടത്. ഇത് ഒന്ന് അത് ഇതെന്ത് പ്ലാവമേ? വരിക്കവായോ? ഇത് ഒന്നേ ഇല്ലു പഞ്ചക്ക അങ്ങാട ബാക്കിയെല്ലാം വരിക്ക. ഇത് കണ്ടില്ലേ? ഇതിൽ ഒരു ചക്ക താഴെയല്ലോ, ബാക്കി അമീത്തുണ്ട്. ഇത് താഴെ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. കല്ലിന്റെ കെട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് മുകളിൽ നിന്നുള്ള വെള്ളം ഒന്നും ഒഴുകിയിട്ട് താലേക്ക് വരില്ല. ഇതിന്റെ വീണ ഇലയെല്ലാം അവിടെ തന്നെ നിൽക്കും. ഇലയെല്ലാം കുറേ ലെയർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മ അങ്ങനെ കൊണ്ടുപോലുമില്ല അല്ല. അല്ലെങ്കിൽ കാലി ഉണ്ടാകുമ്പോ കരക്കേലിടാൻ കൊണ്ടുപോലുണ്ട്. ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. ഈ പ്ലാവിന്റെ ഒന്ന് പൊട്ടായി പോയി അല്ലേ മേ? പൊട്ടായി. ഇതിലിപ്പോ ഒരു ചക്കയെ പിടിച്ചിട്ടു. ആ ചക്ക ചെറുതുണ്ടല്ലേ കണ്ടല്? ഇതാണ് ഇപ്പൊ നമ്മളെ കണ്ടല് ചക്ക. ഇത് ഇനി മൂക്കുമ്പോഴത്തേക്ക് ഓണം ആയില്ലേ? ഓണം തന്നെ. ഓണത്തിന് തന്നെ കഴിഞ്ഞാലും പറിച്ചേ നമുക്ക് ഓണം വരെ ചക്ക ഉണ്ടാവും കിട്ടുവോ? അടുത്ത പ്ലാവ് കാണിക്കമ്മേ. അടുത്തത് അത് നല്ല ചക്ക. ഇതിന്റെ നമുക്ക് കിട്ടില്ലല്ലോ. നല്ല ചക്ക കിട്ടുന്നു. ഇതിന്റെ മുകളിൽ വരെ ഉണ്ട്. ഇതിലൊരു 10-100 ചക്ക ഉണ്ട്. അതെല്ലാം കിട്ടും അങ്ങ് മുകളിലേക്ക്. അല്ലെങ്കിൽ ചക്ക നമുക്ക് ഇത്രയും നല്ല നല്ലോണം ചക്ക ഉണ്ടാന്ന്. ഇപ്പൊ ചക്ക കുറഞ്ഞു പോയി. ചക്കക്ക് അമ്മ ഇങ്ങനെ അടിയില് പ്ലാസ്റ്റിക് വെച്ചത് പ്ലാവ് മുട്ടുന്ന സമയത്ത് ചക്ക ഒരിഞ്ഞിട്ട് വേഗം ചക്ക പൊട്ടാന്ന് കേടായി പോന്നു. ഇതിൽ ഏകദേശം ഉണ്ട്. മേത്തിലേക്കുണ്ട്, മുകളിലേക്കുണ്ട്. താഴെ മുതലേ മീത്ത വരെ ചക്ക ഉണ്ട്. ഇങ്ങനെ നമ്മളെല്ലാ കൊല്ലം എല്ലാ പ്ലാവും പിടിക്കല്. ഇക്കൊല്ലം ഈ ഒരു പ്ലാവ് മാത്രമേ എപ്പോഴത്തെ പോലെ പിടിച്ചിട്ടു. ബാക്കിയെല്ലാം ചക്ക പിടിച്ച കുറവ്. അതിനങ്ങ് അതിന്റെ ഏലിലേക്കുണ്ട് അങ്ങ് മീത്ത. അതെപ്പോഴും ചക്ക വീഴുന്ന സമയത്ത് കനവായിട്ട് ഏലും ചക്കയെല്ലാം വീഴല്. ഇത് വലിയ ചക്കാന്ന്. ഇതിന്റെ ഒരു 4 ഇരട്ടി വലിപ്പമാണ്. ഇത് പിടിച്ചിട്ടേ ഇല്ല. പിടിച്ചിട്ടുണ്ടോ മീത്ത? ഓ അതിന്റെ അങ്ങ് മീത്ത തല്ലൊക്കെ പഞ്ചക്ക കണ്ടല്ലേ ചക്ക ഉണ്ട്. ഈ മരത്തിന്റെ പേര് അറിയുന്ന ഇപ്പൊ കമന്റ് ഇടണം. നമ്മളെ ഇവിടെ എല്ലാം ഉണ്ട്. ഇതിന്റെ പേര് അറിയില്ല. ഇതിലൊരു പഴം പിടിക്കും. അതിന്റെ ഇല അടിഭാഗത്ത് ചെറിയൊരു മഞ്ഞ കളറ്, അതിന്റെ ഇപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനത്തെ നല്ലോണം പഴം പിടിക്കുന്നതില് ഒരു കറയില്ലേ അല്ലേ? ചേന പാല്. പേര് അറിയില്ല നമുക്ക്. നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്കൊന്നും നല്ല കിട്ടിയത് പഴം. ഇതിപ്പോ ഏകദേശം ഇത് പിടിക്കാനായി. ഇപ്പൊ ഇക്കൊല്ലം പിടിച്ചിട്ടാ. ഇതിലത്തെ ചക്കയും അത്യാവശ്യം നല്ല തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാവ് ഉണ്ട്. അതിനെ കാണിച്ചു തരാം. ഇതെല്ലാം ഇനി മൂക്കുമ്പോഴത്തേക്ക് അങ്ങ് മഴ പകുതിയാവും. 2 പ്ലാവ് ഒക്കെ ഉള്ളത്. അതിൽ ഒന്നിലേ പിടിച്ചിട്ടു. ഒന്ന് പിടിച്ചിട്ടല്ലേ മേ? നമ്മ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് ഒരാൾ നമ്മളെ തന്നെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടോ? ഏത് ഭാഗത്തേക്ക് തുള്ളണം എന്നിട്ട് നോക്കുന്നുണ്ട്. കാണുന്നില്ലേങ്ങോ? ഇതില് ചക്ക എനിക്ക് തിന്ന ഓർമ്മയില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇത് പറയാൻ കഴിയാ. അങ്ങനത്തെ നല്ല ചക്ക. അത് നല്ല ഉണ്ടോ? പ്ലാവില് ചക്ക ആവുന്നുണ്ട്. പ്ലാവിന് മുട്ടിയിട്ട് ചക്ക പൊട്ടായിട്ട്. അടുത്ത അതിന്റെ ചക്ക വാങ്ങണ്ടോ? അതിന്റെ വലിയ വാങ്ങില്ല. വലിയ ചക്ക നല്ലോണം വലുതല്ലേ? അതത്രേ പിടിച്ചു നിൽക്കല്ലോ. പ്ലാവിന് പാവാട ഇട്ടിന്. അതിൽ ഈ ഒരു പ്ലാവിനും പാവാട ഇട്ടിന്. പാവാട ഇട്ടതിന് താഴെ ഭാഗത്ത് പിടിച്ചിന്.
മീത്ത ഭാഗത്തും പിടിച്ചിന് 2 പ്ലാവ് ഒക്കെ ഇല്ലത്. ഇതിന്റെ ചക്ക ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ? ഇതാ നല്ല ചക്ക. നമ്മ ഒന്ന് ഭർത്തത് ഇതിന്റെ ഒക്കെ അല്ലേ? ഇതിന്റെ മഞ്ഞ പഴുത്തതും അതെ ഇതിന്റെ. ഈ പ്ലാവും ഇക്കൊല്ലം നേരത്തെ പിടിച്ച, അല്ലെങ്കിൽ ഇപ്പൊ പിടിക്കലൊന്നുമില്ല അല്ലേ? ഇല്ലപ്പ അതെല്ലാം പിടിക്കണമെങ്കിൽ മഴ പകുതിയാണ്. ഈ 3 ചക്ക നമ്മ പറിച്ചു, അതിന്റെ പാട് നിങ്ങൾക്ക് കണ്ട തിരികെയായിരിക്കും. ഇനിയിപ്പോ മീത്തിലേക്ക് 2 ഉണ്ട്, ഏകദേശം അത് മൂക്കാനായി. അത് ഒരു അടുത്ത ആഴ്ച നമുക്ക് മൂക്കും. അതിന്റെ ഒക്കെ തന്നെ വേറെ പ്ലാവ് ഉണ്ട്, അതിന്റെ ചക്ക വാങ്ങില്ല. വാങ്ങേയില്ല. അത് ചക്ക കാണുമ്പോ തന്നെ കളറ് ഒന്ന് പച്ച ഒന്ന് മഞ്ഞ. ഇത് നല്ല ചക്ക. അമ്മ നിങ്ങൾ ഈ പ്ലാവെല്ലാം കാണിച്ചില്ലേ? ആരെങ്കിലും വന്നിട്ട് ഈ പ്ലാവിലെ തന്നെ ചക്ക വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താക്കും? ഈന കൊടുക്കും ചെയ്യപ്പോ. ഇത് നമുക്ക് ഒരു പ്ലാവ് ഞങ്ങൾക്ക് തന്നെ സ്വന്തം. ഈന ആർക്കും കൊടുക്കലുമില്ല. ഞങ്ങ അതിന് വേണ്ടിട്ട് ഞാൻ ഇതെല്ലാം വെക്കുന്നത്. അടയാളം വെച്ച് ആരും കൊണ്ടുപോയില്ല അല്ലെ? അതിന് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പോവും. ഇത് പത്തെങ്കിൽ ഞാൻ വീട്ടിലോളം പോയിട്ട് കൊണ്ടുവരും. ഈ പ്ലാവ് നല്ല പാങ്ങുണ്ടല്ലേ ഇതിന്റെ ചക്ക? ഇതിന്റെ എന്ത് നല്ല ചക്ക. പ്ലാവിന്റെ ചക്ക നല്ല വിരിക്ക ചക്ക, നല്ല മഞ്ഞ കളറും ഉണ്ട്, ചോളൊക്കെ നല്ല കട്ടിയുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്ലാവിലെ ചക്ക മാത്രം അമ്മ ആർക്കും കൊടുക്കില്ല അറിഞ്ഞു. അതില് ചക്ക ഉണ്ട് കേട്ടോ, അത്യാവശ്യം 10-15 ചക്ക ഉണ്ടായില്ലേ വേന്? മുകളിലുണ്ട്. മറ്റേ ചക്ക പാങ്ങില്ല എന്ന് പറഞ്ഞാല് ആകെ 4-5 എണ്ണേ ഉള്ളൂ. ആ കണ്ടലി ചക്ക ഉണ്ട്, ചെറിയ ചെറിയ കണ്ടലുണ്ട്. ഇതിനെ പറയല് കാട്ടുമുന്തിരി എന്ന് പറയല്. തിന്നാൻ കഴിയാല്ലേ ഇത്? തിന്നാൻ ചത്തു. ഇനിയിപ്പോ തിന്നാൻ കഴിയോന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നെങ്കിലും കമന്റ് ഇടണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. മുന്തിരി തന്നെ തിന്നാ വിഷം. നല്ല രസമുണ്ട്. എന്ത് കൊലകൊലായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് വരലുമില്ല. മഴക്കുഴി അവിടെ കുഴിച്ചിട്ടുണ്ട്. അതിൽ ഇല വീണ്ട് ഏത് നമുക്ക് തിരിയുന്നില്ല. കാലോട്ട് വെക്കുമ്പോൾ വീണം കയ്യിലത്തേക്ക് തന്നെ ആയി. ചക്കാരെങ്കിലും പറിക്കാൻ വരുന്നെങ്കിൽ നേരെ നോക്കിയിട്ട് വരണം, അല്ലെങ്കിൽ കൊണ്ടിൽ പോകും. അമ്മ ഇതില് 2 പ്ലാവ് ഉണ്ട് അല്ലേ? 2 ഇതില് ചക്ക ഒന്നില് അല്ല, ഒരു പ്ലാവ് 2 ഉണ്ട് അല്ലേ? 2 ഉണ്ട്. അതിലുണ്ട്. ഇതിന്റെ മീത്തലോട്ട് അങ്ങ് കൊമ്പിലേക്ക് ഉണ്ട്. ഞാൻ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു. ചക്ക പറിക്കാൻ തോട്ടിയൊന്നും വേണ്ട അല്ലേ? അടിയെല്ലാം ഉണ്ട്. ഇത് വലിയ ചക്ക. വലിയ ചക്ക 4 കഷ്ണാക്കിട്ടേ കൊണ്ടുപോകും കഴിയും. അത്രയും വലുത്. ഇതാണെങ്കിൽ വലിയ പെരുമഴ വരണം. 2 പ്ലാവിന്റെ അങ്ങനെ തന്നെ അക്ക? 2 ഒരേ കുരു. 2 പ്ലാവല്ല അല്ലെ? ഒരു പ്ലാവ് 2 ആയിട്ട് പോയത്. എനിക്ക് തോന്നി ഇത് 2 പ്ലാവ്. എന്താ ഓന്ത് കിടയുണ്ട്. ഒരു പ്ലാവില് ഓരോരു ഓന്ത് അവരവരെ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓന്ത് അപ്പുറത്തേക്ക് പോയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത് 2 പ്ലാവ് എന്ന് വിചാരിച്ചത്. 2 അല്ല, അപ്പൊ ഒരു പ്ലാവ് 2 ആയിട്ട് പോയത്. ഇതിന്റെ ചക്ക നമുക്ക് ഇക്കൊല്ലം എടുത്തു നോക്കണം. എങ്ങനെ കൊണ്ടുപോന്നേ? വലിയ 4 കഷ്ണാക്കണം. നമുക്ക് 4 കണ്ടാക്കിട്ട് കൊണ്ടുപോവാം. ഇനി മീത്തിലേക്കുണ്ട്. ജൂലൈ മാസത്തില് ആവും. പഴുക്കുമ്പോഴോ അല്ല മൂക്കുമ്പോഴോ? മൂക്കുമ്പോ ജൂലൈ ആഗസ്റ്റിൽ പഴുക്കും. ഇതില് നല്ല മൂത്ത ചക്ക ഉണ്ടോന്ന്. അതിനെ പറിച്ചിട്ട് ഇതിനെ നുറുക്കുവാക്കണം, പായസം ആക്കണം, എന്തെല്ലാം ആക്കണം. അതിനോട് പഴിക്കുന്നേ. ഇത് വെളിഞ്ഞേറ് കുറവെന്ന് തോന്നുന്നു അല്ലേ? വെളിഞ്ഞേറ് കുറവ്. പറിക്കുമ്പോഴേ ഉള്ളിൽ വെളിഞ്ഞേറില്ല. അതുകൊണ്ട് അമ്മ ആർക്കും കൊടുക്കില്ല അറിഞ്ഞല്ലേ? അതെ. പൾപ്പിന്റെ വേറൊരു അതിർത്തി ഈ ഭാഗത്തും ചെമ്പരത്തി നട്ടിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പ്ലാവിനൊന്ന് പരിചയപ്പെടുത്തറോ? ഇത് 1000 കുരുവില്ലേ ചക്ക. അമ്മ ഇതിന് പേരിട്ട് 1000 കുരുവില്ലേന്ന്. ഇതിൽ ചോള അങ്ങനെയൊന്നും കിട്ടിയില്ല, കുരു മാത്രം. വലിയ പാങ്ങൊന്നുമില്ല. ഇതിനെ തീർത്തകത്തോ വലുതാകുമ്പോ വലിയ ചക്കാവും അല്ലെ? ഇതില് ചക്ക കുറവല്ല, അല്ലെങ്കിൽ ഒരു 30-40 ചക്കയിലും ഉണ്ടാവും. ഒന്നും മതിയെന്ന് തോന്നുന്നു. അത്ര എന്തിനു ബൾബ് പൊട്ടാക്ക്? നമ്മളെ ബൾബിന്റെ അരുവത്തിലേ കൂടിയിട്ട് ഒരു ബയ്യുണ്ട്. ഇനി മഴക്കാലായി കഴിഞ്ഞാൽ ആള് പോകാമേല്? ഇല്ല, ആരും പോയില്ല. എന്തിയാ കൊതുക് കടിച്ചിട്ട് എല്ലാരും മറ്റേ വയ്ക്കാ പോന്നെ. ഈ ചക്കയെല്ലാം പൗത്തിരി പോവല്ലോ, വീണിട്ടാകുമ്പോ ഒന്നാകെ കൊതുകായിട്ട് ഇതിലെ പോവാനേ വയ്യ. നമ്മ ബൾബിന്റെ ഉള്ളിലൊന്നും നട്ടിട്ടില്ല. ഈ അരുവത്ത് മാത്രമേ എല്ലാം നട്ടിട്ടില്ല. ഈ മഹാഗണിയെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതെല്ലാം ഞാൻ 10ലും 12ലും പഠിക്കുന്ന സമയത്ത് നട്ടത്. ആ വലുതെല്ലാം ഇതെല്ലാം ഇപ്പൊ അടുത്ത കാലത്ത് നട്ടത്. ഇതിൽ എത്രയായിട്ടും 5-6 കൊല്ലം ഇതേ ഉള്ളൂ. ഈ പൾപ്പിന്റെ ഈ ഭാഗത്തും പ്ലാവുണ്ട്. അതിന്റെ മീത്ത വരെ കുരുമുളക് ഉണ്ട്. അത് പിടിച്ചിട്ടൊന്നുമില്ല. ഇത് പിടിക്കല്ലേ? അല്ലെങ്കിൽ പിടിക്കും. നിക്കെല്ലാം പിടിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിട്ട് നമ്മ രണ്ടാളി ബൾപ്പിന്റെ ഇത്ര മൂല വന്നല്ലേ? അല്ലെങ്കിൽ വരലൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മ വരലേ ഇല്ല. ഇത് നമുക്കൊരു പുളിമരം ഉണ്ട്. 3 പുളിമരം ഉള്ളത്. പുളിമരം നല്ല വലുതാണ്. ഇതിപ്പോ അത്രക്കൊന്നും ആയിട്ട.
അതുകൊണ്ട് പുളി നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല, അത്യാവശ്യം കുറച്ച് പുളി കിട്ടും. ഇത് തൊഴിലുറപ്പിന്റെ അവര് നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടി തട്ടാക്കി തന്നല്ലേ അത്? അതെ, തൊഴിലുറപ്പിലെ പണി. നമ്മ പച്ചക്കറി അന്ന് നട്ടിട്ടുണ്ടായിന്, ഇപ്പൊ പച്ചക്കറി നട്ടിട്ടാ. 3ാമത്തെ പുളിമരം. ഇതിൽ നമുക്ക് അത്യാവശ്യം പുളി കിട്ടലുണ്ട്. ഇതിലിപ്പോ ഉണ്ട് ഓരോരോ പുളിയുണ്ട്. പുളി നമ്മ പറിച്ചിട്ടാ, കാറ്റത്ത് വീഴുന്നേല്ലു. പിന്നെതാ കുരുമുളക് വള്ളിയുണ്ട്, മഹാഗണി ഉണ്ട്, ഇതിനെല്ലാം കുരുമുളക് വള്ളി. ഇത് നമ്മളെ ഏറ്റവും മീറ്റായില്ലേ പ്ലാവല്ലേ ഇത്? അതെ. ഈ പ്ലാവിനെ ഒരു ഷേപ്പില്ല, അത് നോക്കിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വളഞ്ഞും തിരിഞ്ഞെല്ലാം ഉണ്ട്. ചക്ക വാങ്ങണ്ട്. ചക്ക വാങ്ങണ്ടല്ലേ? നല്ല ചക്ക മീത്തിലേക്കുണ്ട്. ഇത് ചക്കക്ക് വേറൊരു കളർ, ഒരു മണ്ണം കളർ. ഇതെപ്പോഴും ഏല് പൊളിഞ്ഞിട്ട് പോകുന്നത് തന്നെ. അന്ന് കാറ്റ് വരുമ്പോ ഏല് ഒരുക്ക പൊളിഞ്ഞു പോണു. ഇതിന്റെ നടുക്ക് നമ്മ ഒന്നും ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടുന്ന കേട്ടാലേ നമുക്ക് എന്നെ ചിരി വരുന്നുണ്ട്. ഇപ്പൊ റോഡായി കേട്ടോ, മുമ്പ് റോഡൊന്നും ഉണ്ടായിട്ടാ. ഇപ്പം ടാറിട്ട റോഡ്, ഇതിന്റെ തൊട്ടപ്പുറം ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് ടാറിട്ട റോഡായി. നല്ല സ്ഥലമല്ലേ? കുറെ ആള് വീട് കെട്ടാനെല്ലാം ചോദിച്ചിന്, നമ്മ കൊടുത്തിട്ടില്ല, പിന്നെ ഒന്നും നട്ടിട്ടുമില്ല. അതായത് പച്ചക്കറിയിൽ നമ്മൾ നടും, അല്ലാതെ വലിയ വലിയ മരം അങ്ങനത്തെ ഒന്നും ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അതെങ്കിലും കാലത്ത് നമുക്ക് എന്തെങ്കിലും പണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇതില് അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടായിരുന്നു കുറച്ചും, ഇപ്പം കുരുമുളെല്ലാം പോയി. ഇത് 2 പ്ലാവുണ്ടല്ലോ, ആടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇത് നമ്മൾ നട്ടൊന്നുമല്ല, ചക്കക്കുരു വീണിട്ട് മുളച്ചത്. ഇത് ലക്ഷ്മി തരുവിന്റെ തൈ. അത് നമ്മ അന്ന് കാട് കുത്തുന്ന സമയത്ത് ഉണ്ടായിട്ട്, അത് കാട് കുത്തുന്ന ഒരു ഇതൊന്ന് പച്ച, മറ്റതിന്റെ ഒരു ചുവപ്പ്, 2ന്റെയും അടിയിന്നേ കൊത്തി. ഇപ്പൊ തെക്കുന്നുണ്ട്. ഇത് കാട് കൊത്തുന്നവർ അറിയാതെ കൊത്തിയല്ലേ? പുളി വേങ്ങാറിഞ്ഞിട്ട് കൊത്തിയത്. പിന്നെ സങ്കടം വന്നിന്, ഇന്നത്തെ കൂലി വേണ്ടായിരുന്നു. അതിന് തെക്കും, അത് തെത്തിട്ട് വരും. ഇതാ വലുതായിന്, വലിയതായിന് ഉണ്ടെങ്കിൽ ഇപ്പൊ കായ് പിടിക്കട്ടി. മിനിയാന്ന് ഞാൻ എവിടെയോ പോയിട്ടാകുമ്പോ കരുവാടകം സ്കൂളിൽ വോട്ട് ചെയ്യാൻ പോയിട്ടാകുമ്പോ ആടെ ഈ ലക്ഷ്മി തരു പിടിച്ചിട്ടുണ്ട്. നല്ല റോസ് കളറിലെ നല്ല കായ് കണ്ടിന്. എല്ലാരും അവിടെ ഇല്ലോണ്ട് എനിക്ക് പറിക്കാൻ കഴിഞ്ഞില്ല. അമ്മ കണ്ടിട്ടുണ്ടായില്ല അല്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ കൊത്തിയാള് മരയെ കണ്ടിട്ടില്ല. അത് അങ്ങനെ നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലല്ലോ, അതുകൊണ്ട് അത് ഒരു കൊത്തിയത്. ചെമ്പരത്തി വേലി കണ്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ മഹാഗണി വേലി. എല്ലാ മഹാഗണി അടുത്തടുത്ത് കണ്ടിട്ടുണ്ട്. ഇത് വലുതാകുമ്പോൾ നമുക്ക് കൊത്തേണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ താഴെ വരെ ഉണ്ട്. ഇതെന്റെ പണി. വലുതെല്ലാം ഒരു സമയം നട്ടു, പിന്നെ ചെറുത് വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് നട്ടു. ആദ്യം നട്ടെല്ലാം വലുതായി. ഇത് നമ്മളെ എന്തി മീനെ പറയല് ഈ മരത്തിനാ? വീട്ടി. വീട്ടി. അല്ലെങ്കിൽ നമ്മ മഴക്കാലത്തെല്ലാം പച്ചക്കറി നടലുണ്ട്. പച്ചക്കറി നട്ടതിന്റെ തെളിവെല്ലാം ഉണ്ട്. ഇക്കെല്ലാം ഒന്നും നട്ടിട്ട്, അത് മധുരക്കിഴങ്ങ് നട്ടത്. പിന്നെ അത് ചേമ്പ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം അല്ലേ? നല്ല മണ്ണും അതെ അല്ലേ? ഇത് നല്ല മണ്ണ്. അതെന്ത് മരോമ ഇലയില്ലത്? അതിനെന്തൊരു പേരില്ലേ? അത് ആലം. ആലോ അല്ലേ? വള്ളിയാക്കാ വേണമെങ്കിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനിപ്പോ ഒരു ബൾപ്പിൽ ഇത്രയധികം പ്ലാവ് എന്ന്. നമ്മളെ വീടിന്റെ അടുത്ത് 4 പ്ലാവ് ഉണ്ടായിന്. അതിൽ നല്ലോണം മഴക്കാലത്ത് കൊതുക് വരുന്നതായിട്ട് 3 പ്ലാവ് കൊത്തിയിട്ട് ഇപ്പൊ ഒരു പ്ലാവേ ഇല്ലു. അതിലൊരു ചക്ക ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര കാണിച്ചിട്ടാകുമ്പോ ഈ പ്ലാവെല്ലാം നട്ടത് അച്ഛൻ നട്ടത്. അച്ഛൻ നടുന്ന സമയത്ത് നമ്മളോട് പറയലുണ്ട്, ഏതെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ചക്ക തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആരും വളപ്പിൽ പോയിട്ട് ചക്ക തിന്നാൻ പാടില്ല. നമ്മളെ വളപ്പിൽ തന്നെ ചക്കയും മാങ്ങ എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും തൈ അച്ഛൻ നട്ടിന് വളപ്പിൽ. അപ്പൊ ഈ ചക്ക ഇപ്പൊ നല്ലോണം പിടിക്കുന്നുണ്ട്. നമുക്ക് തിന്നാൻ കഴിയുന്നില്ല, എന്നാലും വേണ്ടപ്പി ആരെങ്കിൽ ചക്ക വന്നിട്ട് കൊണ്ടുപോയിക്കാം. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു പ്ലാവിന്റെ ചക്ക അമ്മ തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ മേ? അതെ, അത് കൊടുക്കില്ല. ഒരു പ്ലാവിന്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ചക്ക. അപ്പൊ അതിൽ അത്രേ പിടിച്ചിട്ടു. 10 ചക്ക ഉണ്ട്. നമ്മളെ മഴക്കാലാകുമ്പോൾ അതിന്റെ ചക്ക തീരും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചക്ക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ചക്ക വേണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ചക്ക കൊടുക്കും. പക്ഷെ ചക്ക മൂക്കണം. അപ്പൊ ഇങ്ങനത്തെ ചക്ക കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇടിച്ചക്കലാക്കണമെങ്കിൽ വേണം കൊണ്ടുപോവാ. ചക്ക മൂത്ത ചക്ക ഏത് സമയത്ത് വേണമെങ്കിലും വന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ.